നമസ്കാരം. നമ്മൾ എപ്പോഴാണ് സാധാരണ ഡോക്ടേഴ്സിനെ കാണുന്നത്? നമുക്ക് ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ വിഷമമോ ഒക്കെ വരുമ്പോഴാണ് സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ പോയി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു പനിയോ ചുമയോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഫിസിഷ്യൻസിനെ ആയിരിക്കും ആദ്യം മീറ്റ് ചെയ്യുന്നത്. അവരോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയും. ഇപ്പം നമുക്ക് പനിയോ ചുമയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളോട് പറയുമ്പോഴത്തേക്ക് അവർ കുറേ കാര്യങ്ങൾ തിരിച്ചു ചോദിക്കും. അതായത് നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിച്ചായിരുന്നോ, അല്ലെങ്കിൽ വെയിൽ കൊണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കും. പേഷ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കും. എന്നിട്ട് അവർ അതിൻ്റെ അകത്തുനിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർ പലതും റിലേറ്റ് ചെയ്ത് നോക്കും. ഒരു 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 കോൺസെപ്റ്റ് പറ്റും. A+B ഹോൾ സ്ക്വയർ ഈക്വൽ A² പ്ലസ് 2B+B² എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അവർ പഠിച്ച ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ അത് റിലേറ്റ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും അത് ഏത് കാരണം കൊണ്ടായിരിക്കും ആ ഒരു ഡിസീസ് നമുക്ക് വന്നത്, ഇനി അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും അത് നമ്മുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഒരു പെയിൻ പോയിൻ്റാണ്. ആ പെയിൻ പോയിൻ്റ് ഡോക്ടേഴ്സ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെന്താണ് വേണ്ടതെന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാനായിട്ട് അവരാദ്യം ആ ഒരു പ്രൊസീജിയറിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങളും അവരുടെ ഫയലിൽ നോട്ട് ചെയ്ത് വെക്കും. ഇന്ന കാര്യങ്ങളാണ് ഈ പേഷ്യൻ്റ് പറഞ്ഞത്, ഇന്ന ബുദ്ധിമുട്ടുകൾ ഈ പേഷ്യൻറ്റിനുണ്ട്, ഇന്ന മരുന്നുകൾ കഴിക്കുന്നുള്ളവരാണെങ്കിൽ ആ മരുന്നുകൾ എൻ്റെ ഡീറ്റെയിൽ നോട്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് അലർജി വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും അവർ നോട്ട് ചെയ്ത് വെക്കും. ഒരു ക്ലിനിക്കോ ഒരു ഹോസ്പിറ്റലോ ഒരു വെൽനസ് സെൻ്ററോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ വേറെ ഡോക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിൻ്റെ അടുത്തുകൂടെ ഒരു കൺസൾട്ടേഷൻ ചിലപ്പം വിടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചുമയും പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ENT വിടാമായിരിക്കും. അപ്പോൾ അത് ഓരോ റിക്വയർമെൻ്റ് അനുസരിച്ചായിരിക്കും അത് ഏത് സെക്ഷനിലേക്കാണ് വിടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ആ ഭാഗത്തെ കൂടെ അവരൊന്ന് വിട്ടിട്ട് അവരുടെയും കൂടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ആയിരിക്കും അടുത്തൊരു ഫ്യൂച്ചർ ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പം അത് ഓക്കെ. അപ്പം ENTയുടെ അടുത്തോ അങ്ങനെ വല്ലതും പോയി എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങൾ വല്ലതും ചെയ്യണം, ഒരു ബെസ്റ്റ് പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെസ്റ്റായിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കാറ്. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മാറിയാലേ നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു വലിയൊരു വിഷമം മാറ്റാനായിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയത്. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം 100% മാറും, അല്ലെങ്കിൽ ഒരു 90% മാറും എന്ന് പറയാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറയും. ഓക്കെ, എന്നാൽ ചെയ്യും, ബാക്കി പ്രൊസീജിയർ നമുക്ക് ബെസ്റ്റ് സർവീസ് വേണം, അല്ല നമുക്ക് അവിടെ ഒരു ചീപ്പ് സർവീസോ അല്ലെങ്കിൽ ഇച്ചിരി റേറ്റ് കുറയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ ഡോക്ടേഴ്സിനോട് പറയാറില്ല. കാരണം നമുക്കറിയാം ഒരു സർവീസിന് ഇത്ര കോസ്റ്റ് ആവും, ഒരു ഡോക്ടേഴ്സിന് ഇത്രയും അവർക്ക് സാലറി കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് ഇത്ര എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന എമൗണ്ട് നിസ്സാരമായിട്ടുള്ള ഒരു എമൗണ്ടാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വലിയൊരു എമൗണ്ടായിട്ട് തോന്നാമെങ്കിലും നമ്മുടെ ഈ ഒരു പെയിൻ പോയിൻ്റ് അഡ്രസ്സ് ചെയ്യാനായിട്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സാധാരണ നമ്മൾ പോട്ടെ സാരമില്ല എന്ന് പറയുന്ന ഒരു എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയുന്ന ആ ഒരു സർവീസ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ചില ഹോസ്പിറ്റൽ കേസുകൾക്കൊക്കെ ലക്ഷങ്ങളും ഒക്കെ എമൗണ്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കണ്ടീഷനിലുള്ളത് ഉണ്ട്. ഞാനൊരു ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ട്രസ്റ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പരമാവധി പോവുക. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ളതാണെന്ന് കൺഫേം ചെയ്യുക, അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക. നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട അവകാശമുണ്ട്. അപ്പം നമുക്ക് അറിയണം എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നല്ല ആൾക്കാരുണ്ട്. അപ്പം അവർ കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തരും. എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം, സംരക്ഷിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പേയ്മെൻറ്റോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത്
അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പം ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് അവരുടെ ആ ആ, ഒരു ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിന് പരമാവധി കരുതലും ചികിത്സയും കൊടുക്കുക, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡീല് ക്ലോസ് ആവും. അതായത് എന്തൊക്കെയാണ് ആ പേഷ്യൻറ്റും ആ ഡോക്ടറുമായിട്ട് സംസാരിച്ച് എല്ലാം ഓക്കെ, നമുക്ക് അസുഖം മാറും. പിന്നെ ആ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു സർജറി അങ്ങനത്തെ കാര്യങ്ങളോ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് കെയർ, അതായത് എന്തൊക്കെയാണ് മെഡിസിൻസ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് കഴിക്കുന്നുണ്ടോ അതിൻ്റെ ഫോളോ അപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വന്ന് മീറ്റ് ചെയ്ത് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് മീറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം ഓക്കെ, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന റിസോൾവ് ഗ്രൂപ്പാണ്. അപ്പം റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ്, അതായത് സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ അതല്ലെങ്കിൽ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. എന്തു തന്നെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെന്നുണ്ടെങ്കിലും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് വഴി അത് ആ ഒരു ഡീറ്റെയിൽസ് നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് വിളിച്ചു തരുന്നാലും അതിലേക്ക് വാട്സപ്പ് ചെയ്തിരുന്നാലും മതി, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡോക്ടേഴ്സായിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോസുമായിട്ട് താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.